നമ്മൾ മലയാള സിനിമ പ്രേമികൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക. ഇനിയിപ്പോ ഇന്ത്യൻ സിനിമയില് അത്യാവശ്യം എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ പാൻ ഇന്ത്യൻ റിലീസിന് പാൻ ഇന്ത്യ റിലീസ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗം. അപ്പൊ ഈ ഒരു സിനിമയുടെ ടീസറും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിയ ഒരു ടീസറാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ത്രില്ലർ ചിത്രം എത്രത്തോളം ആളുകളിലേക്ക് അതെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ, അതെങ്ങനെയാണ് ആളുകൾ കാണുക എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇങ്ങനെ കളറ് ലോകത്ത് ഇത്രയും കളർ സിനിമകൾ കണ്ടിട്ട് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് പോകുമ്പോ അത് ജനങ്ങള് എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാണണം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും, ഒരു വ്യത്യസ്തമായ അനുഭവം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സിനിമ വന്ന എങ്ങനെയാണ് ആളുകൾ കണ്ടറിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുക എന്നൊക്കെ അത് കഥയുടെ കാര്യം വെച്ചിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ തിയേറ്ററുകളൊക്കെ ഇപ്പൊ വേറെ ലെവലായി. അപ്പൊ സൗണ്ട് കൊണ്ടാണെങ്കിലും ശരി, മറ്റുള്ള കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽ മാത്രമേ ബ്ലാക്ക് വൈറ്റ് ആവുന്നുള്ളൂ. ബാക്കി മൊത്തം കഥയും അത്യാവശ്യം ഈ ഒരു സൗണ്ട് എഫക്ട് കൂടി ആവുമ്പോൾ വേറൊരു ലോകത്തോട്ട് നമ്മൾ പോകും. അപ്പൊ അത് നമുക്ക് വളരെയധികം പ്രതീക്ഷ തരുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇനി എന്തായാലും വരാനുണ്ട്. ഫെബ്രുവരി 15-നാണ് സിനിമ റിലീസ്. അതിന് മുന്നേ എന്തായാലും ഉണ്ടാവും. കാരണം മലയക്കോട്ടെ വാലിബാൻ ഇറങ്ങുന്നതിന്റെ 2 ദിവസം 3 ദിവസത്തെ മുന്നെയാണ് അതിന്റെ ട്രെയിലറും പെട്ടെന്ന് പോയി. അപ്പൊ പ്രതീക്ഷ ഇല്ലാത്ത അതിപ്പോ എന്തായാലും ഈ ഒരു സിനിമയുടെ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹോപ്പ് ഉണ്ടാവും. കാരണം ടീസറിൽ വലിയ കാര്യമായിട്ട് എന്താണ് കറക്റ്റ് ആയിട്ട് ആർക്കും മനസ്സിലാവാത്ത ചെറിയൊരു ഹിറ്റ് പോകുന്നു. ടീസറിൽ ഇപ്പൊ എന്തായാലും അധികം കാര്യങ്ങൾ കാണാൻ പറ്റില്ല, ചെറിയൊരു ഹിന്റ് പോയിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ട്രെയിലർ വന്നാ അറിയാം. പിന്നെന്താ വെച്ചാൽ ഈ ഒരു ദുർമന്ത്രവാദിയുടെ കഥയാണെന്നാ പറയുന്നത്. ഒരു നെഗറ്റീവ് നെഗറ്റീവ് ഷെയ്ഡ് ആണ് നമുക്കാന്ന് പറഞ്ഞത്. എന്തായാലും ഈ പടം ആ ഒരു ഫസ്റ്റ് വന്ന പോസ്റ്ററിൽ ഒരു ചിരിയുണ്ട്, പല്ലിങ്ങനെ കറക്കെ പിടിച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിരി. ആ ചിരിയിൽ തന്നെ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പേടിപ്പിക്കുന്ന എന്തൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. രാഹുൽ സദാശിവനെ അറിയാലോ, ഭൂതകാലം. ആ ഒരു സിനിമയുടെ അണിയർ പ്രവർത്തകർ പറഞ്ഞത് ആ സിനിമ ഷൂട്ടിംഗ് ചെയ്യുമ്പോ തന്നെ അഭിനേതാക്കൾ പേടിച്ചു ഷൈൻ ടോം ചാക്കും രേവതിയൊക്കെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സിനിമ കണ്ടവർക്ക് നല്ല പേടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കളർ ചിത്രമാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകള് പേടിപ്പിക്കാൻ കുറച്ചുകൂടി എഫക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു അതിസാഹസത്തിന് ഇവര് മുതിർന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം എന്തായാലും ചെയ്യില്ല. കളർ ചെയ്താലും ഇപ്പൊ എന്താ വരാൻ. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോ ഇപ്പൊ അത്യാവശ്യം സെലക്റ്റീവായിട്ട് പറഞ്ഞൊരു നടനാണ് മമ്മൂക്ക എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ ആളുകൾ തിയേറ്ററിലേക്ക് ഓടി വരും. കാരണം പ്രതീക്ഷ ഉണ്ട്. വന്ന കൊടുത്ത പൈസക്കുള്ള പ്രതീക്ഷ എന്തായാലും കിട്ടാറുണ്ട്. പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുക, പുതിയ കഥകൾ തിരഞ്ഞെടുക്കുക, വെറൈറ്റി വേഷങ്ങൾ ചെയ്യുക. അതില് മമ്മൂക്ക എന്തായാലും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ വേറെ ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സെറ്റ് ആവും. മമ്മൂക്ക സെലക്ട് ചെയ്ത് പറയാൻ തന്നെ അറിയാം എന്തോ ഒരു വ്യത്യസ്തം. 15-ാം തീയതി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. 15-ാം തീയതി വരുന്നുണ്ടെന്നല്ല മാത്രമല്ല, അതിന് മുമ്പ് ട്രെയിലറും വരുന്നുണ്ട്. ട്രെയിലർ വന്നിട്ട് എന്തായാലും അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ട്രെയിലർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രെയിലറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യും. ട്രെയിലർ എങ്ങനെയാണെന്ന് പറഞ്ഞാലാണ് സിനിമയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടുള്ളൂ. ഇതിപ്പോ പറഞ്ഞ ടീച്ചർ പറഞ്ഞാൽ ചെറിയ 2 ട്യൂണും കാണിച്ചിട്ട് ചെറിയ 2 സീനും കണ്ടിട്ട് പോയി. ഒന്നും മനസ്സിലായില്ല കറക്റ്റായിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഏകദേശം രൂപം കിട്ടി. കൺഫേം. ഞാൻ പോസ്റ്റർ കണ്ടപ്പോ ഒരു രസത്തിന് വേണ്ടി പോസ്റ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത്. പക്ഷെ പടം മൊത്തത്തില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത് ടീച്ചർ കണ്ടപ്പോ മനസ്സിലായി. എന്തായാലും ഇനി അത് നമുക്ക് കാണാം. എന്തായാലും അതിന്റെ പുതിയ അപ്ഡേറ്റ് കാണാൻ വരുന്ന നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇത് 2024. ഓക്കെ. ഈ ഒരു സമയത്ത് മമ്മൂട്ടിക്ക് ഒരു 30 വയസ്സ്. 30 വയസ്സുള്ള മമ്മൂട്ടിനെ കണ്ട എങ്ങനെ ഉണ്ടാവും? അങ്ങനെ കൊണ്ടുവരുമോ? അങ്ങനെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ബി ഉണ്ണികൃഷ്ണൻ. അതെ, സംവിധായകനും കഥാകൃത്തുമായിട്ടുള്ള ഒരാളാണ് ബി ഉണ്ണികൃഷ്ണൻ. ഒരുപാട് ഹിറ്റ് സിനിമകളും ഒരുപാട് ഫ്ലോപ്പ് സിനിമകളും അതുകൊണ്ട് പ്രതീക്ഷ ഒന്നും വെക്കണ്ട. കാരണം പ്രതീക്ഷ വെച്ച സിനിമകളെല്ലാം അടപടലം മോചിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷയില്ലാത്ത സിനിമകളെല്ലാം വലിയ ഹിറ്റ് ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംവിധായകനാണ് ബി ഉണ്ണികൃഷ്ണൻ. അപ്പോ അദ്ദേഹമാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് 72 വയസ്സുള്ള മമ്മൂക്കയെ 30 വയസ്സിലേക്ക് തിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞത്. ഏകദേശം 4 സീനിലെങ്ങാണ്ട് ആ ഒരു വേഷം. ഈ പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോ ഈ ഒരു നടനെ ഒരു 30 വയസ്സിലൊക്കെ പഴയ കാലഘട്ടത്തിൽ എന്തോ സിനിമയിൽ അഭിനയിക്കുന്ന സീനാന്നൊക്കെ പറഞ്ഞതിന് ആ ഒരു കൊച്ചിയിൽ വെച്ചൊരു ഫംഗ്ഷനിൽ പറഞ്ഞാണ്. അപ്പൊ ചിത്രത്തിന്റെ കഥയെ കുറിച്ചും പ്രൊഡ്യൂസറെ കുറിച്ചൊക്കെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞപ്പോ മമ്മൂക്ക സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, മമ്മൂക്കക്ക് ഇങ്ങനത്തെ സിനിമ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ വയസ്സിലേക്ക് തിരിച്ചുകൊണ്ട് പറയുമ്പോൾ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ, എന്താണ് കാണിച്ചിട്ടെന്ന് അറിയാലോ. ഇപ്പൊ AI ഉപയോഗിച്ചിട്ട് മരിച്ചുപോയ ആളുകളെ പോലും സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ശങ്കർ ഇന്ത്യൻ 2-ല് നമ്മുടെ നെടുമുടി വേണുവിനെ ഒരു കുറച്ച് സീനുകൾ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോഴാണ് മരണപ്പെട്ടത്. അപ്പൊ ഉപയോഗിച്ചിട്ട് നെടുമുടി വേണു സിനിമയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇപ്പൊ നിലവില് കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാളിനെ ഒരു പഴയ യുവത്വത്തിലോട്ട് കൊണ്ടുവരുന്ന AI എത്രത്തോളം
ആളുകള് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പരീക്ഷണമാണ് ഇപ്പൊ സിനിമകൾ മൊത്തം നടക്കുന്നത്. പരീക്ഷണമാണ്, പക്ഷെ പരീക്ഷണത്തിൽ നിന്ന് കൊടുക്കാൻ ഒരു ധൈര്യം വേണം. അത് വേണം. ഒരു പരീക്ഷണ ചിത്രമായിട്ട് ഒരാള് ഒരു സൂപ്പർ താരത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ ആളും ധരിക്കുക, ആളുടെ നിലനിൽപ്പാണ് ആൾ ഉദ്ദേശിക്കുക. പക്ഷെ ഉദ്ദേശിക്കണം അയ്യോ ഇത് ചെയ്ത് പൊളിഞ്ഞോ വാല്യൂ കുറയോ അല്ലെങ്കിൽ നമുക്ക് ബാധിക്കും എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ വളരെയധികം സെലക്റ്റീവ് ആയിട്ട് പടങ്ങൾ ചെയ്തു. അതെ, അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മൈൻഡ് വെച്ചിട്ടുള്ള സംവിധായകർക്കും അതുപോലെ തന്നെ തിരക്കഥകൃത്തുക്കൾക്കും ഉണ്ടാവും. അവർക്കൊക്കെ ഒരു വിശ്വാസമാണ് അല്ലേ നമ്മളെ മമ്മൂക്കാനെ കണ്ടു കഴിഞ്ഞതൊന്ന് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയാനൊരു എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വരികയാണെങ്കിൽ നമ്മള് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാം അല്ലേ. അപ്പൊ ഇതുപോലുള്ള സിനിമ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു ദിവസം മറ്റു വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ.